തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ തീപിടുത്തമുണ്ടായി ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ തീപിടുത്തത്തിന് കാരണമെന്ത് എന്നത് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതീവ സുരക്ഷിതമെന്ന് കരുതി പൊതുജനമെത്തുന്ന പൊതുയിടത്തുണ്ടായ തീപിടുത്തത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസും റെയിൽവേയും. അതീവ സുരക്ഷിതമെന്ന് കരുതിയ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വൻ തീപിടുത്തമുണ്ടായത്. 2 ദിവസം കഴിയുന്നു. തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണമെന്ത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സൂചന പോലുമില്ല അധികൃതർക്ക്. ഇലക്ട്രിക്കിൻ്റെ ഇത് പോണ്ടല്ലോ, മറ്റേ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത്. ഈ വണ്ടി നമ്മൾ മൂടില്ലേ, കവറ്, ആ കവറ് മൂടണേ കവറിന്മേയാണ് ആ തീപ്പൊരി വീണത്. വല്ലാണ്ട് പുക വന്നപ്പോൾ ഞാൻ ഓടി വന്ന് വെള്ളം എടുത്തിട്ട് അതിമേലേക്ക് ഒഴിച്ചു. പെട്രോൾ ടാങ്ക് പൊട്ടിയതാണ് ഇപ്പോൾ തീപിടുത്തത്തിന് കാരണം ഉണ്ടായത്. അപകട സമയം ജോലിയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ മൊഴി മാത്രമാണ് പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. റെയിൽവേ ലൈനിൽ നിന്ന് തീപ്പൊരി തെറിച്ചുണ്ടായ തീപിടുത്തമെന്നായിരുന്നു ജീവനക്കാരി മല്ലിക നൽകിയ മൊഴി. പിന്നാലെ ആ വാദം റെയിൽവേ തന്നെ തള്ളി. വൈദ്യുത ലൈനിന്റെ ഓവർഹെഡിൽ നിന്ന് തീപ്പൊരി തെറിച്ചിട്ടില്ല എന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ. അപ്പോൾ പിന്നെ തീപിടുത്തത്തിന് കാരണമെന്ത്? പക്ഷേ ഇതുവരെയും ഉത്തരമില്ല. DGPയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റെയിൽവേയും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവ സമയത്ത് പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കം കത്തിപ്പോയത് അന്വേഷണത്തെ ബാധിച്ചു. ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആദ്യം തീ പടർന്നത് ജീവനക്കാർ പറഞ്ഞ 1-ാം നിരയിൽ നിന്നല്ല എന്നാണ് പോലീസിന്റെ അനുമാനം. 2-ാമത്തെ നിലയിലെ ബൈക്കിലാണ് തീ പിടിച്ചതെന്ന് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. 2 ദിവസം പിന്നിടുമ്പോഴും കാരണം കണ്ടെത്താൻ കഴിയാത്തത് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം റെയിൽവേയുടെ സമാന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. വാഹന ഉടമകളെ സംബന്ധിച്ച് കടുത്ത ആശങ്കയുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നത് പൊതുജനങ്ങളോട് വ്യക്തമാക്കിയേ തീരൂ. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.